തനിക്കെതിരായ വ്യാജ പ്രചരണം ആസൂത്രിതമെന്ന് കെ ജെ ഷൈൻ ടീച്ചർ. കോൺഗ്രസും അവരുടെ സൈബർ ഗ്രൂപ്പുമാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിലെന്നും ഷൈൻ ടീച്ചർ ചൂണ്ടിക്കാണിച്ചു. തനിക്കെതിരെ വ്യാജ വാർത്ത വരാൻ പോകുന്നതായി ഒരു കോൺഗ്രസ് നേതാവ് തന്നെ തന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയതായും കെ ജെ ഷൈൻ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. CPIM വനിതാ നേതാവായ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ ടീച്ചർ നിയമ നടപടി ആരംഭിച്ചിരുന്നു. തനിക്കെതിരായ വ്യാജ പ്രചരണം ആസൂത്രിതമെന്ന് ചൂണ്ടിക്കാട്ടിയ ഷൈൻ ടീച്ചർ കോൺഗ്രസും അവരുടെ സൈബർ ഗ്രൂപ്പുമാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാക്കി. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് മാധ്യമത്തിലൂടെ, അല്ലേ? ഒരു ബോംബ് വരും. അപ്പോൾ എനിക്ക് ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം അത് കണക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ബോംബ് വരും എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ക്രിയേറ്റഡ് ആണ്. തനിക്കെതിരെ വ്യാജ വാർത്ത വരാൻ പോകുന്നതായി ഒരു കോൺഗ്രസ് നേതാവ് തന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കെടാമംഗലം സ്വദേശിയുടെ സമൂഹ മാധ്യമ പേജിലാണ് വ്യാജ ആരോപണം ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. പെരുമ്പടന്നയിലുള്ള ഈ സോഷ്യൽ മീഡിയ കോൺഗ്രസിന്റെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണ് നമ്മളത് ആദ്യം പോസ്റ്റർ കാണുന്നത്. പക്ഷെ അന്ന് പേരും ഊരും പേരില്ല, ചിത്രം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നിയമപരമായി സമീപിക്കണമെങ്കിൽ കൃത്യമായി ഇതെന്താണെന്ന് അറിയണമല്ലോ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്തരം കഥകളെന്നും പറവൂരിലെ ചില കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഷൈൻ ടീച്ചറുടെ ഭർത്താവ് ഡൈന്യൂസ് തോമസ് പറഞ്ഞു. അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ്. തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, എതിരഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയെ സ്വീകരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. ഷൈൻ ടീച്ചറുടെ പരാതിയിൽ പ്രാഥമികാന്വേഷണം തുടങ്ങിയ പോലീസ് ടീച്ചറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.